ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ള ഒരു ജീവൻ പൊലിഞ്ഞിട്ട് പുതിയങ്ങാടി നേർച്ചയില് അല്ലേ? ഇതിനാരാണ് ഉത്തരവാദി? മുസ്ലിയാമാരെ, നിങ്ങൾക്ക് കൈ കഴുകാൻ പറ്റുമോ? എൻ്റെ ഒരു പ്രിയ സുഹൃത്ത്, അദ്ദേഹം ഒരു സുഹിരിയാണ്. അദ്ദേഹം ഇതിനൊന്നും മുസ്ലിംമാർ ഉത്തരവാദിയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ പൊന്നു സഹോദരനോട് പറയാനുള്ളത്, കൈ കഴുകാൻ പറ്റില്ല. അവിടെ വരുന്ന ആനകളെങ്കിലും നിങ്ങളൊന്ന് മാറ്റണം. ആ സംസ്കാരം മുസ്ലിമിൻ്റെതല്ല എന്ന് പറഞ്ഞപ്പോ ആനക്കെന്താ കുഴപ്പമെന്നാ ചോദിച്ചത്. ആനക്കെന്താ കുഴപ്പമെന്നാണ് നിങ്ങൾ ഉസ്താദുമാര് ചോദിച്ചത്. അവിടെ നടക്കുന്ന വെടിമരുന്ന് അതൊന്നും നിർത്തലാക്കണം. ഇതൊന്നും മുസ്ലിമിന്റെ സംസ്കാരമല്ല. അവിടെ കണ്ടമാന ആളുകൾ കൂടുമ്പോ കണ്ടമാന അണുക്കൾ ഉണ്ടാവും. ആ അണുക്കൾ ചാവണമെങ്കിൽ വെടിമരുന്ന് വേണമെന്നാ നിങ്ങൾ ഫത്വ കൊടുത്തത്. അവിടെ അനാവശ്യമായ മ്യൂസിക്കും പിപ്പിയും ഡുണ്ടുണ്ടും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ അത് ഒന്നും കുഴപ്പമില്ല, നടു കുടുങ്ങിയാലേ കുഴപ്പമുള്ളൂ, നടു കുടുങ്ങാത്തത് എന്താണെങ്കിലും മുട്ടിക്കോളാനാ പറഞ്ഞത് അല്ലേ? നിങ്ങളെ പണ്ഡിതന്മാര് പോലും പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഷാഫി മദ്ഹബിൽ അറിയപ്പെട്ട പണ്ഡിതനാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാ. അദ്ദേഹം എന്താ പറഞ്ഞത്? അങ്ങനെ ഖബർ കെട്ടിപ്പൊക്കിയിട്ട് ഇതുപോലെ അനാചാരങ്ങൾ ഉണ്ടാക്കുന്നവർ, അങ്ങനെയുള്ള ഖബറുകൾ വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ, അതിനെ പൊളിച്ചു നീക്കൽ നിർബന്ധമാണ്. വഹദ്മിൽ ഖിബാബില്ലത്തി അലൽ ഖുബൂർ, ആ ഖബറുകളുടെ മേലെ കെട്ടിപ്പൊക്കിയ കുബ്ബകളെയും അടിച്ച് നിരപ്പാക്കി പൊളിച്ചു മാറ്റണം. ഇത് പറഞ്ഞത് ഇസ്ലാഹി പ്രസ്ഥാനമല്ല. ഇത് പറഞ്ഞത് കേരള നദ്വത്തുൽ മുജാഹിദീന്റെ നേതാക്കന്മാരല്ല. ഷാഫിഈ മദ്ഹബിലെ ഇന്നത്തെ അവസാന വാക്ക് എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇബ്നു ഹജർ അൽ ഹൈതമിയാണ്. ഇത് ഹിയ അളറു മിൻ മസ്ജിദിൽ ളിറാർ, അത് മസ്ജിദുൽ ളിറാറിനേക്കാൾ അപകടകരമാണ്. ഏതാ മസ്ജിദുൽ ളിറാർ എന്നറിയോ? റസൂലുള്ളാഹിക്കെതിരായിട്ട് പ്രവർത്തിച്ച ഒരു മസ്ജിദുൽ ളിറാർ ഉണ്ടാക്കിയ മദീനത്തെ, അതിനേക്കാൾ അപകടമാണ്. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാ, റസൂലുള്ളാഹിക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് അത് ചെയ്തത്. ലിഅന്നഹു നഹാ അൻ ദാലിക, അതിനട്ട് തൊട്ട് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ദീന്, ഖുർആനും സുന്നത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുലബന്ധം നിങ്ങൾക്കില്ല. എന്നാലോ മറ്റുള്ള കാര്യങ്ങളെങ്ങാനും ഒന്ന് ജീവിതത്തിൽ പകർത്താനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സഹോദരങ്ങളെ, ഞാനതിൻ്റെ മുഴുവൻ കേൾപ്പിക്കാൻ സമയം അനുവദിക്കുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇവരൊക്കെ കഞ്ചാവാണ്, ഇതൊക്കെ കഞ്ചാവാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതെന്നറിയോ? അത് നിങ്ങളെ കാഴ്ചപ്പാടിൽ അത് കഞ്ചാവായിരിക്കും, പക്ഷെ അവർക്കിടയിൽ അത് കഞ്ചാവല്ല എന്നാങ്ങൾ പറഞ്ഞത് അല്ലേ? ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു അവരൊക്കെ കഞ്ചാവിന്റെ പിന്നാലെയാണ്. ഇതിവിടെ ഒന്നും നിൽക്കൂല. സമൂഹത്തെ നശിപ്പിക്കും, ആത്മീയമായി നശിപ്പിക്കും, സാംസ്കാരികമായി നശിപ്പിക്കും. കാരണം അതുകൊണ്ടാണ് ലിഅന്നഹു നഹാ അൻ ദാലിക, അതിനെ തൊട്ട് അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചത്. അള്ളാഹുവിൻ്റെ റസൂൽ വിരോധിച്ച പണിയാണത്. ആ പണിയാണ് നിങ്ങൾ എടുക്കുന്നത് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. അവിടെ നടക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അതിനെതിരെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കിതാബിൽ വീണ്ടും പറയുന്നുണ്ട്, വതജിബു ഇസാലത്തു കുല്ല ഖിൻദീലിൻ ഔ സിറാജിൻ അലാ ഖബറിൻ, ഖബറിന്റെ മേലെയുള്ള ഇതുപോലുള്ള വിളക്കുകൾ ഉണ്ടല്ലോ, അതുപോലെ തന്നെ തട്ട് വിളക്കുകൾ ഉണ്ടല്ലോ, ഖിൻദീൽ, സിറാജ്, ഇതൊക്കെ വിളക്കിന്റെ ചില രൂപങ്ങളാണ്. അതൊക്കെ നീക്കം ചെയ്യണം. വലായസിഹു വഖഫുഹു വനദറുഹു, അതൊന്നും വഖഫ് ചെയ്യാനോ നേർച്ചയാക്കാനോ പാടില്ല. ജിഫിരി തങ്ങളെ, നിങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് അല്ലേ, ആർജവം കാണിക്കണം. നിങ്ങളുടെ കിതാബിലുള്ള ഈ ആദർശം ഒന്ന് ജനങ്ങളോട് പറയാൻ, എങ്കിൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ പറയൂല. കാരണം അവിടെ നടക്കുന്ന ഈ ജാതി പേക്കൂത്തുകൾ നിങ്ങൾക്ക് ഒഴിവാവും വേണം. അവിടെ നടക്കുന്ന ജാറം മൂടലുകളും അന്ധവിശ്വാസങ്ങളും ഷിർക്കിന്റെ പ്രവർത്തനങ്ങളും അവിടെ നിലനിൽക്കും വേണം. കാരണം അതുകൊണ്ട് നിങ്ങളെ സ്ഥാപനം നടക്കുള്ളൂ, അതുകൊണ്ടേ നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോവുകയുള്ളൂ, അതുകൊണ്ടേ നിങ്ങളുടെ വരുമാനം നടക്കുകയുള്ളൂ എന്ന് കൃത്യമായി നിങ്ങൾക്കറിയാം. ആയതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ദൗത്യം, ആ ദൗത്യം നമുക്ക് നിർത്താനായിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടന്ന് അത് കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആ സമയത്ത് പുതിയ അന്ധവിശ്വാസത്തിൻ്റെയും പുതിയ വിവാദങ്ങളുടെയും ഇടയിൽ കിടന്ന് തർക്കിച്ചും വിതർക്കിച്ചും സമയം കളയേണ്ടവരല്ല നമ്മൾ. നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം, ജനങ്ങൾ ഇവിടെ ശിർക്ക് ചെയ്യുന്നു,
ഖുറാഫാത്തിലേക്ക് പോകുന്നു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവരോട് പോയി പറഞ്ഞു കൊടുക്കണം, നമുക്ക് കഴിയണം. അല്ലാഹ് പൊറുക്കാത്ത പാപമാണ്, അല്ലാഹ് പൊറുക്കാത്ത പാപമാണിത്. അത് അല്ലാഹ് പൊറുക്കൂല. വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അവരുടെ മേൽ സ്വർഗം ഹറാമാണ് എന്നവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ആ ഉത്തരവാദിത്തം നമ്മുടേതാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം.